ഗുരുവായൂരിൽ രണ്ടിടങ്ങളിൽ തീപിടുത്തം. ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടുപറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. തെക്കേനടയിൽ വീട്ടിൽ തീപിടുത്തം. മാള ഡീസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാള SHOയെ മാറ്റി. അന്വേഷണത്തിന് ആളൂർ SHO KM ബിനീഷിനെ ചുമതലപ്പെടുത്തി. സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച മത്സരങ്ങൾ വ്യാഴാഴ്ച നടന്നു. കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണം തടയുന്നതിൽ കേരള വിഷന്റെ പങ്ക് വലുതെന്ന് സ്പീക്കർ AN ഷംസീർ. സാമൂഹിക മാറ്റത്തിൽ കേബിൾ TV അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. രാത്രിയിൽ സ്റ്റാൻഡിലും പരിസരത്തും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. കനത്ത വേനലിലും വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞ ദുരിതത്തിലായി ചാഴൂർ വാലി കൂലുത്തങ്കടവ് നിവാസികൾ. മാസങ്ങളായി വെള്ളക്കെട്ടിൽ കഴിയുന്നത് 30-ലേറെ വീട്ടുകാർ. തിരുവില്ലാമലയിലെ അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ. നടപടി TCV വാർത്തയെ തുടർന്ന്. കനാൽ ബണ്ടുകളിലെ തൈത്തങ്ങുകളിലെ കള്ളിയത്ത് വ്യവസായം പ്രതിസന്ധിയിലേക്ക്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കള്ള് മോഷ്ടിക്കുന്നത് പതിവാകുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടുപറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പുൽക്കാടും കത്തിനശിച്ചു. തീ പടർന്നതോടെ പ്രദേശത്ത് പുക വ്യാപിച്ചു. ഗുരുവായൂർ, കുന്നുകുളം എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പോലീസും ദേവസ്വം നഗരസഭ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ തെക്കേനടയിൽ വീട്ടിൽ തീപിടുത്തം. പഴയ BSNL ഓഫീസിന് പിന്നിൽ ഗീതപ്രഭയിൽ ലളിതയുടെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീട്ടുകാർ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് സംഭവം. ചാർജ് ചെയ്യാൻ പ്ലഗിൽ കുത്തിവെച്ചിരുന്ന ടോർച്ച് പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു. മുറിയാകെ കത്തിക്കരിഞ്ഞിരുന്നു. അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാള ഡീസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാള SHOയെ മാറ്റി. ക്രമസമാധാന പരിപാലന ചുമതലയുണ്ടായിരുന്ന മാള SHO സജിൻ ശശിക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ആളൂർ SHO KM ബിനീഷിനെ ചുമതലപ്പെടുത്തിയത്. SFI പ്രവർത്തകരെ ആക്രമിച്ചുള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട KSU നേതാക്കളെ പോലീസ് വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് പ്രത്യേക ഡ്യൂട്ടിക്കെത്തിയ ചേർപ്പ് SHO KO പ്രദീപിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചേർപ്പ് CIക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടായപ്പോൾ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മാള SHOക്കെതിരെ നടപടിയില്ലാത്തത് പോലീസ് സേനയ്ക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ CPMലെ അഭിപ്രായ ഭിന്നത സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾ പ്രകടമാക്കിയിരുന്നു. KSU നേതാക്കളെ രക്ഷപ്പെടുത്തിയ ചേർപ്പ് CIയെ സസ്പെൻഡ് ചെയ്ത പോസ്റ്റ് പങ്കുവച്ചതിന് പ്രതികാരമായാണ് നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. അതേസമയം സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച ബാക്കി മത്സരങ്ങൾ വ്യാഴാഴ്ച നടത്തും. നാടോടി നൃത്തം, തിരുവാതിരക്കളി ഉൾപ്പെടെ 18 മത്സരങ്ങളാണ് ഇനി പൂർത്തിയാക്കുവാനുള്ളത്. കേരളത്തിൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് രംഗത്ത് കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണം തടയുന്നതിൽ കേരള വിഷന്റെ പങ്ക് വളരെ വലുതാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. 14ാമത് COA സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക മാറ്റത്തിൽ കേബിൾ TV അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു. കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ യഥാർത്ഥത്തിൽ ഈ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ ഇത്തരം കേബിൾ കണക്ഷൻ നൽകിയത്. കാലക്രമേണയാണ് ഈ ചെറുകിടക്കാരെല്ലാം മർജ് ചെയ്തുകൊണ്ട് ഒരു സംഘടനയായി മാറുകയും ഇന്നത് രാജ്യത്ത് തന്നെ 5ാമത്തെ ഒരു സംഘടനയായി മാറുന്നു. 30 ലക്ഷത്തോളം വീടുകളിൽ ഇതിൻ്റെ കണക്ഷൻ, 9 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷൻ, 50,000 പേർ ജോലി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്നത് വളർന്നു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ പൊതു കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ, നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായ ചാനലുണ്ട്, KC കേരള വിഷൻ എന്ന പേരിൽ. അതോടൊപ്പം തന്നെ പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങൾ അറിയിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്.
പ്രാദേശികം ഇപ്പം മുഖ്യധാരാ ചാനലുകൾക്ക് എല്ലാ ന്യൂസും പ്രാദേശികമായി കൊടുക്കാൻ പറ്റുന്ന വരില്ല. ആ പങ്ക് ഫലപ്രദമായി നിർവഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് സിഒയെ മഹാപ്രസ്ഥാനമായി മാറിയെന്നും കേബിൾ ഓപ്പറേറ്റർമാർ ശക്തമായി നിലനിൽക്കണമെന്നും ഷംസീർ പറഞ്ഞു. സർക്കാർ ഒരു തലത്തിലും കേബിൾ ഓപ്പറേറ്റർമാർക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള നിർമ്മിത ബുദ്ധിയുടെ കാലമാണിതെന്നും ഇത് അപകടമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ആന്റണി രാജു MLA അധ്യക്ഷത വഹിച്ചു. സിഒയെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഒയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ, രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും കൺവെൻഷനിൽ ചർച്ച ചെയ്യും. കൺവെൻഷൻ വ്യാഴാഴ്ച സമാപിക്കും. പകൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, രാത്രി സാമൂഹ്യവിരുദ്ധരുടെ താവളം. ഇതാണ് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പകൽ മുഴുവൻ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ നിയമവാഴ്ചയില്ല. ആർക്കും എന്തുമാകാമെന്ന അവസ്ഥയാണ്. മദ്യപിക്കാം, ചീട്ട് കളിക്കാം, കഞ്ചാവ് പുകയ്ക്കാം, ചോദിക്കാനും പറയാനും ഇവിടെ ആരും വരില്ല. രാത്രിയിൽ സ്റ്റാൻഡിലും പരിസരത്തും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രാവിലെ ബസ് സ്റ്റാൻഡ് ശുചീകരിക്കാനെത്തുന്നവരുടെ പ്രധാന ജോലി കാലിയായ മദ്യക്കുപ്പികൾ എടുത്തുമാറ്റലാണ്. ഇരുൾ വീണാൽ ഒരിടത്ത് ചീട്ടുകളിയാണെങ്കിൽ നിഴൽ വീണ ഇടങ്ങളിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ഉണ്ടാകും. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഏതാണ്ട് പരസ്യമായി തന്നെയാണ് നടക്കാറുള്ളത്. രാത്രി 8 മണി കഴിയുന്നതോടെ സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കും. പിന്നീടുള്ള ബസ്സുകൾ വടക്കേ നടവഴി തിരിഞ്ഞു പോകുന്നതോടെ ബസ് സ്റ്റാൻഡ് വിജനമാകും. രാത്രിയിലെ അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം അധികൃതർ കണ്ടമട്ടില്ല. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യപിക്കുന്നതിനിടയിൽ വയോധികനെ കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളിയിട്ടിരുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ചില കടകളിൽ വിദ്യാർത്ഥികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇവിടെ പതിവാണ്. വൈകുന്നേരങ്ങളിലായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അതുപോലെ തന്നെ ഇവിടെ ലഹരി മാഫിയ സംഘങ്ങളുടെയൊക്കെ ഉറവിടം കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. തീർത്തും വളരെ വിഷമത്തോടെ പറയട്ടെ, നമ്മുടെ മക്കൾ വളരെ വൈകിയ സമയത്തും ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ്. ഇതിൽ ശക്തമായി പോലീസിൻ്റെ ഇടപെടലും നഗരസഭ ഇവിടെ CCTV ഉൾപ്പെടെ വെച്ച് ഇവിടുത്തെ ഈ സാമൂഹ്യ വിരുദ്ധതയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഈ ഉറവിടം ഇവിടെ നിന്നും എന്നേക്കുമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പകൽ സമയത്ത് പോലും പോലീസുകാർ ഉണ്ടാകുന്നത് തന്നെ വിരളം. രാത്രിയിൽ പോലീസ് ഈ വഴി വരാറില്ല. നഗരസഭാ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാക്കി മാറ്റുമ്പോഴും അധികൃതർ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. കനത്ത വേനലിലും വീടിനു ചുറ്റും വെള്ളം നിറഞ്ഞ ദുരിതത്തിലാണ് ചാഴൂർ പഞ്ചായത്ത് 11, 12 വാർഡുകളിലെ വാലി കൂലോത്തുംകടവ് നിവാസികൾ. 30-ലേറെ വീട്ടുകാരാണ് 8 മാസത്തിലേറെയായി വെള്ളക്കെട്ടിൽ കഴിയുന്നത്. കറുത്ത രൂക്ഷമായ ദുർഗന്ധമുള്ള അഴുക്കുവെള്ളമാണ് ചുറ്റും. കൊതുകും കൂത്താടിയും നിറഞ്ഞിരിക്കുകയാണ് പരിസരമാകെ. പ്രദേശവാസികളിൽ രോഗബാധ പതിവാണ്. മഞ്ഞപ്പിത്തം, പനി തുടങ്ങിയ രോഗങ്ങളും ഇവിടെ കണ്ടുവരുന്നുണ്ട്. പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും ഫലപ്രദമായി ഇടപെടാൻ ചാഴൂർ പഞ്ചായത്തോ ആരോഗ്യ പ്രവർത്തകരോ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷത്തിലാണ് നാട്ടുകാർ. പഴുവിൽ പുത്തൻതോടിൽ നിന്ന് കുട്ടിപ്പുഞ്ച എന്ന പാടശേഖരത്തിലേക്ക് കയറുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ വെള്ളത്തിൽ മുക്കുന്നത്. ഇവിടെ ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല. എന്നാൽ പുത്തൻതോട്ടിൽ നിന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കയറുന്ന കഴകൾ അടയ്ക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ദുരിതത്തിന് കാരണമായത്. കൂടാതെ ഈ പ്രദേശത്തെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള 2 കൈത്തോടുകൾ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. ഇത് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. ചാഴൂർ പഞ്ചായത്തിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അനാസ്ഥ മൂലം നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് വാലി കോലോത്തുംകടവ് നിവാസികൾ. ഇത് ഭയങ്കര ദുരന്തമാണ്. നമുക്ക് വെള്ളം കെട്ടുന്ന അഴുക്കളും കൃമികളൊക്കെ ആയിട്ട് നടക്കാനും വയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ളതാണ്. അത് കാരണം പഞ്ചായത്തിലെ എല്ലാവരും ഭയങ്കര അനായാസമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളിവിടെ. അതായ ബണ്ട് ക്ലിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വെള്ളം ഇവിടെ വരില്ല. പിന്നെ അതനുസരിച്ച് ഇവിടെ വെള്ളം വരുമ്പോൾ ഇവിടെയുള്ള കൃഷികളും നശിക്കുകയാണ്. കുറച്ച് സ്ഥലം താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളമാണ്. കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വെള്ളം വരാറില്ല. എന്നും ഇത് തന്നെയാണ്. പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ അവർ പറയണത് റോഡ് എന്തോ കോളിൻ്റെ പ്രശ്നമാണ്. മെമ്പർ അങ്ങനെയൊക്കെ പറയണത്. മെമ്പർ ഇപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും ഒപ്പിട്ടിട്ട് കളക്ടറെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞത്.
ഇതിപ്പോൾ 3 മാസം കണ്ടായി. എല്ലാ മാസം വരും, വെള്ളം പോവും, നിൽക്കും, അങ്ങനെ. ഇപ്പോൾ അതേ ആകെ കറുത്ത് ചീഞ്ഞിട്ടൊക്കെ എടുക്കണം വെള്ളം. അവിടെ വീടിനും ദോഷമാണ്. ഇതൊക്കെ 6 മാസമായി സംഭവം. ഇനിയിപ്പോഴും വെള്ളം പോകാൻ സാധ്യതയില്ലേ? 30 കൊല്ലത്തോളായിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ 10-15 കുടുംബക്കാർക്ക് ഇപ്പോൾ ശരിക്കും 6 മാസത്തിൽ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം പ്രളയം അനുഭവിക്കേണ്ടതാണ്. അത് ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് ഈ കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വറ്റി ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കൊല്ലാണ് ഏറ്റവും അധികം ഞങ്ങൾക്ക് വെള്ള ദുരിതം അനുഭവിക്കുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം വന്നും പോയി നിൽക്കുന്നുണ്ട്. വന്നും പോയി ഞങ്ങൾ മെമ്പറെ കണ്ടു പറഞ്ഞു. പക്ഷേ മെമ്പർ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്ര ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പഞ്ചായത്തുകാർ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ ചെയ്യാനോ പറയാനോ അവർ ശ്രമിക്കണില്ല എന്ന് പറഞ്ഞു. പലതവണ പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പകർച്ചവ്യാധി ഭീഷണിയുള്ള പ്രദേശമായിട്ടും ആരോഗ്യ പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെള്ളക്കെട്ട് മൂലം നിരവധി കർഷകരുടെ കൃഷികളും നശിച്ചു. ചുറ്റും മലിനജലം നിറഞ്ഞുകിടക്കുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമായി. ഇതുമൂലം കടുത്ത കുടിവെള്ളക്ഷാമവുമുണ്ട്. തുടർച്ചയായ വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. വർഷം മുഴുവൻ അഴുക്ക് വെള്ളത്തിൽ ജീവിക്കുന്നതിന്റെ അമർഷത്തിലാണ് ഇവിടുത്തുകാർ. TCV അന്തിക്കാട്. തിരുവല്ലാമലയിലെ അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ പറഞ്ഞു. അതിഥി മന്ദിരം തുറന്നു നൽകാത്തത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കണമെന്നുമാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ പറഞ്ഞു. ദേവസ്വം വകുപ്പിൽ നിന്നുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഉദയൻ TCVയോട് വ്യക്തമാക്കി. പൂർത്തീകരിച്ചു എന്നാണ് അറിയാനുള്ളത്. പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാണ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അറിയിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുകയും അതിനുശേഷം ഞങ്ങൾ പണി പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വത്തെ സമീപിക്കുകയും ചെയ്തു. ദേവസ്വം അതിന് തയ്യാറായിട്ടില്ല ഇതുവരെ. എന്ന് മാത്രമല്ല, പാട്ടക്കരാർ പുതുക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുകയും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പാട്ടക്കരാർ നിലവിലെ റേറ്റ് അനുസരിച്ച് ഞങ്ങൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കള്ള് വ്യവസായത്തിന് നവോന്മേഷം പകർന്ന് പാടശേഖരങ്ങളിലെ കനാൽ ബണ്ടുകളിലെ തൈത്തങ്ങുകളിൽ ആരംഭിച്ച കള്ളിയത്ത് പ്രതിസന്ധിയിലേക്ക്. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കള്ള് മോഷ്ടിക്കുന്നതാണ് ഭീഷണിയാകുന്നത്. ചാഴൂർ പഞ്ചായത്തിലെ ആലപ്പാട് പുള്ള്, പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറം പാടശേഖര സമിതികളുടെ കീഴിലുള്ള കോൾപ്പടവുകളിലെ ഇറിഗേഷൻ കനാൽ ബണ്ടുകളിൽ ചെത്തുന്ന തെങ്ങുകളിൽ നിന്നാണ് കള്ള് മോഷണം പോകുന്നത്. പാടശേഖര സമിതികൾ തെങ്ങൊന്നിന് 300 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം പാട്ടം വാങ്ങിയാണ് ചെത്തു തൊഴിലാളികളെ ഇവിടെ തെങ്ങ് ചെത്താൻ അനുവദിച്ചിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിട്ട് നമ്മൾ ഈ പണി ജോലി ചെയ്യുന്നത് തന്നെ. പക്ഷേ നമ്മൾ ഈ പണിയെടുത്ത് വരുന്ന നേരത്ത് കാലത്ത് വരുമ്പോൾ കള്ളും ഉണ്ടാവില്ല, മാട്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്തും പരാതി അന്തിക്കാട് സ്റ്റേഷനിലും അതുപോലെ ഇവിടെ ചേർപ്പിലും പരാതി കൊടുക്കാൻ വേണ്ടി ഇവിടെ പാടശേഖര കമ്മിറ്റിയോടും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പിള്ളേർ വന്നിട്ട് ഇവിടെ കള്ളും ഇതൊക്കെ ഈ മയക്കുമരുന്ന് ഈ കഞ്ചാവൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുള്ള ഈ തൊഴിലാളികൾക്ക്. വർഷങ്ങൾക്ക് മുൻപ് തെങ്ങുകൾക്ക് കേട് ബാധിച്ചപ്പോൾ കള്ളുൽപാദനം കുറഞ്ഞ് മിനിമം വേതനത്തിനുള്ള കള്ള് പോലും കിട്ടാതാവുകയും നിരവധി തൊഴിലാളികൾ ചെത്തുപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടി പോകുകയുമായിരുന്നു. എന്നാൽ ഇറിഗേഷൻ കനാൽ ബണ്ടുകളിൽ പാടശേഖര സമിതികൾ നട്ടുപിടിപ്പിച്ച 100 കണക്കിന് തെങ്ങുകൾ പാട്ടത്തിന് ചെത്താൻ അനുവദിച്ചത് പലരെയും കള്ളുചെത്തിലേക്ക് ആകർഷിക്കുകയാണ്. ജലസമൃദ്ധമായ തോടിനരികെ നട്ടുവളർത്തിയ ഉയരം കുറഞ്ഞ നല്ല ഇനം തെങ്ങുകളിൽ നിന്ന് കൂടിയ അളവിൽ കള്ള് കിട്ടുന്നതിനാൽ ചെത്തുതൊഴിലാളികൾക്ക് ഭേദപ്പെട്ട വരുമാനം കിട്ടുന്ന സാഹചര്യമാണ്. അധ്വാനഭാരം കുറഞ്ഞതും കള്ള് സുലഭമായി കിട്ടുന്നതും കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കള്ളുമോഷണം പ്രതിസന്ധിയായിരിക്കുന്നത്. കോൾ ബണ്ടുകളിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളാണ് തെങ്ങുകളിൽ നിന്ന് കള്ള് ഊറ്റുന്നതെന്നാണ് സൂചന. ചിലർ കള്ള് ശേഖരിക്കുന്ന മാട്ടം എറിഞ്ഞുടയ്ക്കുകയും ചെയ്യാറുണ്ട്. ചെത്തുതൊഴിലാളികൾ പാടശേഖര സമിതികൾ മുഖേന പോലീസിൽ പരാതി നൽകിയെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ ബണ്ടും തൈകളുള്ള കാരണം കുറച്ച് ആൾക്കാർ വീണ്ടും ഈ മേഖലയിലേക്ക് വന്നു തുടങ്ങിയില്ല. പക്ഷേ ഇതിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട തീരെ ഒരു ഇതില്ല. അപ്പോൾ അത് അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തുതരാം. പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുക, കാവൽക്കാരെ നിയോഗിക്കുക, CCTV ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ
കള്ളൂറ്റൽ തടയണമെന്നാണ് ചെത്തു തൊഴിലാളികളുടെ ആവശ്യം. TCV ന്യൂസ്, തൃശ്ശൂർ. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശി ചിറപ്പറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. നടവരമ്പ് ജംഗ്ഷന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ ടാക്സി നിയന്ത്രണം വിട്ട് സമീപത്തെ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി മുല്ലയ്ക്കൽ ഭരണിവേലയിലെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടയിൽ ആനയടഞ്ഞു. 1 മണിയോടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു. ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളച്ചു. അങ്ങോട്ട് പോകണം. കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതിയില്ല. 16-ാം തീയതി നടക്കുന്ന ഉത്സവത്തിന്റെ വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന്റെ അനുമതിക്കായി ക്ഷേത്ര ഭാരവാഹികൾ സമർപ്പിച്ച അപേക്ഷ പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി നിരസിച്ചുകൊണ്ട് ഉത്തരവിറക്കി. സ്ഫോടക വസ്തു ചട്ടങ്ങളിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചത്. തൃശൂർ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടവും നിയമവും അനുശാസിക്കുന്ന രേഖകളുടെ അഭാവത്തിൽ വെടിക്കെട്ട് പൊതുദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും ഉത്തരവിൽ പറയുന്നു. മുരിങ്ങൂരിലെ ഹോട്ടലിൽ നിന്ന് 64,38,500 രൂപ തട്ടിയെടുത്തയാളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് സ്വദേശി ഫെയ്ത്ത് ആണ് അറസ്റ്റിലായത്. 2023 ഏപ്രിൽ മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. ബാർ, റെസ്റ്റോറന്റ്, റൂം വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനം പണമായും ഗൂഗിൾ പേ വഴിയും സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഹോട്ടലിന്റെ മാനേജിംഗ് പാർട്ണർ മാത്യൂസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തട്ടിപ്പ് നടത്തിയ ഫെയ്ത്ത് ഒളിവിലായിരുന്നു. ആമ്പലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി കൂട്ടിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി അസ്ലമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസ്ലമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. എറണാകുളത്ത് ജോലി ചെയ്യുന്ന അസ്ലം ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് വിലയിരുത്തി. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജൂൺ മാസത്തോടെ വടക്കാഞ്ചേരി സ്റ്റേഷൻ സജ്ജമാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് RN സിംഗ് വ്യക്തമാക്കി. മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളിൽ വനിതാ കാത്തിരിപ്പ് ഹാൾ, പൊതു കാത്തിരിപ്പ് ഹാൾ, അപ്പർ ക്ലാസ് കാത്തിരിപ്പ് ഹാൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുത്തുമെന്ന് സേവ്യർ ചിറ്റരവള്ളി MLA ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ നിവേദനം സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കൈമാറി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ഏതാനും നിമിഷങ്ങൾക്കകം മുമ്പ് എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MP-യുടെ നിവേദനം കൈമാറി. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്തേക്ക് പോയിരുന്ന ജീപ്പിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരായ മൻസൂർ, അബ്ദുൾ റഹ്മാൻ, താഹിർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. റോഡിന് കുറുകെ ഓടിച്ച സ്കൂട്ടർ യാത്രക്കാരിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ഡ്രൈവർ പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് സ്വദേശി കോട്ടപ്പുറത്ത് വീട്ടിൽ സനുവാണ് പിടിയിലായത്. അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA കുന്നംകുളം മേഖലയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ വൈശാഖ്, സുനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, അജിൽ, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടങ്ങൂട് പഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. കടങ്ങൂട് തെക്കുമുറിയിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ വാഴകൃഷി നശിപ്പിച്ചു. വലിയ വളപ്പിൽ സജിയുടെ തോട്ടത്തിലെ 100-നടുത്ത് വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ചത്. തോട്ടത്തിലെ മറ്റു വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. വാഴകൾ ഇങ്ങനെ പന്നി കുത്തിമറിച്ചിട്ടുണ്ട്. അതേമാതിരി മുന്നേ 2 പ്രാവശ്യം മുന്നേ കുത്തിമറിച്ചിട്ടായിരുന്നു. മൊത്തം ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് 100 വാഴ അടുത്തായിട്ട് പന്നികൾ കുത്തിമറിച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പുണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു. ഇതൊക്കെ
നശിപ്പിക്കൽ കഴിഞ്ഞ് കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ കൊല്ലമായിട്ട് വെച്ചിട്ടില്ല. ഇത് ഒരു സാധനം ഇപ്പോൾ പറമ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഈ പന്നികളുടെ ശല്യം കാരണം. ഇപ്പം എന്താ വേണ്ടത്, പഞ്ചായത്തിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി കൃഷിഭവനിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫോറസ്റ്റിലേക്ക് അവിടെ അപേക്ഷ കൊടുക്കണം എന്നാണ് പറയുന്നത്. എനിക്കാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത്രയും കാശ് മുടക്കിയിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പന്നികളുടെ. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പഞ്ചായത്തിലെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും വൻതോതിലാണ് കൃഷി നശിപ്പിക്കുന്നത്. പാടശേഖരങ്ങളിൽ ഇറങ്ങുന്ന പന്നിക്കൂട്ടം നെൽകൃഷിയും വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. പഞ്ചായത്തും കൃഷിഭവനും വനംവകുപ്പും പന്നിശല്യം തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വയോധികനെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോട്ടപ്പുറം കോട്ടയിൽ കാഞ്ഞിരപ്പുഴയിലാണ് 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മുള്ളൂർക്കരയിൽ റെയിൽവേ ട്രാക്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറി വാടവരമ്പ് പരിസരത്ത് തൃശൂർ ഭാഗത്തേക്കുള്ള പാളത്തിലാണ് തീവണ്ടി തട്ടി മരിച്ച നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുള്ളൂർക്കരയിൽ വാഗപ്പാറ വീട്ടിൽ സുധാകരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിൽ ഇരുനില കെട്ടിടത്തിന് മുകളിൽ നിന്നും സുഹൃത്തിനെ തള്ളിയിട്ടയാൾ അറസ്റ്റിൽ. എറിയാട് അത്താണി ചെട്ടിപ്പറമ്പിൽ ഷാജുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ മതിലകം സ്വദേശി പറക്കോട്ട് സെയ്ദ് മുഹമ്മദ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ ഇരുന്ന് മദ്യപിക്കുകയായിരുന്ന ഷാജുവും സെയ്ദ് മുഹമ്മദും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ഷാജു സെയ്ദ് മുഹമ്മദിനെ തള്ളി താഴെയിടുകയുമായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ മോഷണ കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് നാഗലശ്ശേരി മഞ്ഞക്കാട്ട് വളപ്പിൽ അജീഷിനെയാണ് പിടികൂടിയത്. തിങ്കളാഴ്ച രാത്രി ചെറുതുരുത്തി ആറ്റൂർ കമ്പനിപ്പടിക്ക് സമീപത്ത് ബൈക്കുമായി മോഷണത്തിനെത്തിയപ്പോൾ നാട്ടുകാർ കാണുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കോഴിക്കോട് നിന്നാണ് മോഷ്ടിച്ച ബൈക്കുമായി പ്രതിയെ പോലീസ് പിടികൂടിയത്. 15ഓളം കേസുകളിൽ പ്രതിയായ അജീഷ് ഒരാഴ്ച മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ UR ജയശ്രീ, CPO ഷംസുദ്ദീൻ, ഹോംഗാർഡ് നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പഴയന്നൂർ വടക്കേത്തറ സർക്കാർ ആശുപത്രി ബസ് സ്റ്റോപ്പിലെ 2 കടകളിൽ മോഷണം. വടക്കേത്തറ കടന്നക്കര കുമാരന്റെ കടയിലും പഴയടത്ത് സുകുമാരിയുടെ ടീ സ്റ്റോളിലുമാണ് മോഷണം നടന്നത്. കുമാരന്റെ കടയിലെ മരപ്പലക തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. പോലീസ് എത്തിയതിനു ശേഷം കട തുറന്ന് അകത്ത് പരിശോധന നടത്തിയാൽ മാത്രമേ മോഷണം എത്രത്തോളം ഉണ്ടെന്ന് അറിയുകയുള്ളൂ. സുകുമാരിയുടെ കടയിലെ 2000 രൂപയോളമുള്ള കുടുക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അറിയാത്ത ഒരാൾ കൊണ്ടുപോയില്ല. കാരണം ദിവസം ഇത് ഇട്ട് വെക്കണത് കാണുന്ന ആളല്ലേ. ഞങ്ങൾ എന്നും ഇവിടെ വെക്കണത് തന്നെയാണ്. 36 വർഷമായി കട തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു സാധനം ഞങ്ങളുടെ ഒന്നും പോയിട്ടില്ല. ആദ്യമായിട്ടാണത്. കോടന്നൂരിൽ ഓട്ടോ ദേഹത്തിടിക്കാൻ പോയെന്നാരോപിച്ച് യാത്രക്കാരന് മർദ്ദിച്ച സംഭവത്തിൽ 9 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മർദ്ദനത്തിൽ ചേനം സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു. ബാറിലെത്തിയ യുവാക്കൾ യാത്രക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. നോക്കാത്ത ദൂരത്തോളം വെള്ളം നിറഞ്ഞ് തിരുത്തിക്കാട് പാടം. വേനൽ കനത്തതോടെ മറ്റു പ്രദേശങ്ങളിൽ തോടുകളും കുളങ്ങളും വറ്റി തുടങ്ങുമ്പോഴും 100 ഏക്കർ വിസ്തൃതിയുള്ള തിരുത്തിക്കാട് പാടത്ത് ജലസമൃദ്ധിയാണ്. പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും പോർക്കുളം വേദക്കാട് പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു. ജനുവരി പകുതിയോടെയാണ് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയത്. പാടശേഖരങ്ങളിൽ 3 മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കും. ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ തിരുത്തിക്കാട്, കിഴൂർ, വേദക്കാട് ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. പാടത്ത് വെള്ളം നിറഞ്ഞാൽ സമീപ പറമ്പുകളിലെ കുളങ്ങളിലെയും കിണറുകളിലെയും ജലനിരപ്പ് ഉയരും. പുഞ്ചകൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുകയും ചെയ്യും. നെല്ലിന് മൂപ്പെത്തുമ്പോഴേക്കും 100 അടിത്തോട് വറ്റുന്നതോടെ ബണ്ടിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് പ്രധാന ആശ്രയം. വെട്ടിക്കടവ്, കോട്ടിയാട്ടുമുക്ക്, പുല്ലാണിച്ചാൽ കോൾപ്പടവുകളിലെ കർഷകർക്ക് ബണ്ടിൽ നിന്നുമാണ് വെള്ളം ലഭിക്കുന്നത്. ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ ഒട്ടേറെ ദേശാടനക്കിളികളും ഇവിടേക്ക് എത്താറുണ്ട്. അതേസമയം പാടത്തേക്ക് കുപ്പികൾ വലിച്ചെറിയുന്നതും മാലിന്യം തള്ളുന്നതും തടയാൻ
നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതം ധനപ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചെന്നാരോപിച്ച് BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷത വഹിച്ചു. ഇടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, മുൻ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, ധർമ്മരാജൻ, സഞ്ജയ് ശാർക്കര തുടങ്ങിയവർ സംസാരിച്ചു. നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടും കേരള ഗവൺമെന്റ് കഴിഞ്ഞ വർഷം അനുവദിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപ സഹപ്രവർത്തകരെ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണപദാർത്ഥങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. മരത്താക്കര സ്മാർട്ട് റെസിഡൻസി, വെട്ടുകാട് പുത്തൂർ റെസിഡൻസി, സ്മോക്കി കിച്ചൺ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. സ്മോക്കി കിച്ചൺ, തീർത്ഥ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, ജിഷ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാമചന്ദ്രൻ, രാഹുൽ, പഞ്ചായത്ത് ക്ലർക്ക് സജിത, OA അമൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന് സപ്തതി വർഷത്തിൽ സ്വയംഭരണ പദവി ലഭിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി തെരസ് അറിയിച്ചു. 11 ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പ്രോ വൈസ് ചാൻസലർ EJ ജെയിംസ് സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തും. അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മൽ മരിയ, ഹിത പോൾസൺ, ഡോക്ടർ ജൂലി ഡൊമിനിക്, റിമ ഫൈസൽ, അഞ്ജലി S. നായർ, PG ജസ്റ്റിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDFന്റെയും തൽപര കക്ഷികളുടെയും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ചാവക്കാട് നഗരസഭയുടെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി LDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന റാലി നടത്തി. NK അക്ബർ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, AH അക്ബർ, MR രാധാകൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം LDF ഭരണസമിതിയുടെ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മുതിർന്ന ഡോക്ടർമാരായ PR നാരായണൻകുട്ടി, KA ശ്രീനിവാസൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേളത്ത് ഡോക്ടർ ശാന്തകുമാർ എന്നിവർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനെയും 20 വർഷത്തിലധികമായി വടക്കാഞ്ചേരി ദേശത്തിന് പന്തലൊരുക്കുന്ന മിണാലൂർ ചന്ദ്രനെയും ആദരിച്ചു. വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ജനറൽ കൺവീനർ PK രാജേഷ്, വടക്കാഞ്ചേരി ദേശം വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മട്ടത്തൂർ പഞ്ചായത്തിന്റെ വികസന സെമിനാർ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേബ്, KS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പാട് പാടശേഖരത്തിലെ വെള്ളം വറ്റിത്തുടങ്ങിയ കൈത്തോടിൽ പൊടിമീൻ സദ്യ ഉണ്ണാനെത്തിയ കുറ്റിക്കൂട്ടം വിസ്മയ കാഴ്ചയായി മാറി. 100 കണക്കിന് വെള്ളക്കൊക്കുകളാണ് പ്രഭാതത്തിൽ പൊടിമീൻ സദ്യക്കെത്തിയത്. വലക്കണ്ണികളിൽ കുരുങ്ങാത്ത ചെറുമീനുകളാണ് കുറ്റികളുടെ ഇഷ്ടഭക്ഷണം. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ പുത്തൻതോട് പാലത്തിനരികെയുള്ള കൈത്തോടിലാണ് ഈ വിസ്മയ കാഴ്ച. പൊയ്യ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷനായി. പ്ലാൻ ക്ലർക്ക് ഏബിൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, സാബു കൈതാരൻ, റീന സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിന്യ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി ശ്രീ കേരളോർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി മുൻ വനിതാ വേദി പ്രസിഡന്റ് പി ഭാഗ്യലക്ഷ്മി അമ്മയുടെ സ്മൃതി ദിനം ആചരിച്ചു. ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ അധ്യക്ഷനായി. ലിസി കോര, ടി ജി ഓമന, എം കെ ഉസ്മാൻ, പി കെ സുബ്രഹ്മണ്യൻ, കെ ഒ വിൻസെന്റ്, പി കെ സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജിൽ നടത്തിയ ലോക ക്യാൻസർ ദിനാചരണത്തിന്റെയും രക്തമൂലകോശ ശേഖരണ രജിസ്ട്രേഷന്റെയും ഉദ്ഘാടനം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുനു സിറിയ, കേരള സ്റ്റേറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് രക്തമൂലകോശ രജിസ്ട്രേഷൻ നടത്തുന്നത്. ഗൈനക്കോളജി, ഓങ്കോളജി വിഭാഗങ്ങളും നഴ്സിംഗ് കോളേജും ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണം, ഫ്ലാഷ് മോബ്, റാലി എന്നിവ നടത്തി. കാക്കിയുടെ കൈക്കരുത്തിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് ചാമ്പ്യന്മാരായി. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസാണ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത്. ഡിവൈഎസ്പി വി കെ രാജു മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. ഫൈനലിൽ മികച്ച മത്സരം കാഴ്ചവെച്ച കൊടുങ്ങല്ലൂർ നഗരസഭാ ടീമിനെ 7 റണ്ണിനാണ് പോലീസ് ടീം പരാജയപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകർ, മർച്ചന്റ്സ് അസോസിയേഷൻ, ലയൺസ് ക്ലബ് എന്നീ ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു. പോലീസ് ടീം താരമായ SI വൈഷ്ണവ് മാൻ ഓഫ് ദി സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടു. കർഷക വിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ബജറ്റിന്റെ കോപ്പി കത്തിച്ച് കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, ഏരിയ ട്രഷറർ K രാഗേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ചലച്ചിത്രോത്സവത്തിൽ ദശാബ്ദിയോടനുബന്ധിച്ച് ജോൺ എബ്രഹാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിറ്റിന് സമ്മാനിക്കും. സിനിമയുടെ വിവിധ മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡിന് അർഹത നേടിയത്. ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ചലച്ചിത്ര നിരൂപകൻ, മാധ്യമ അധ്യാപകൻ, ഡോക്യുമെന്ററി ഫിലിം മേക്കർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഫാദർ ബെന്നി ബെനഡിക്റ്റ്. 10,000 രൂപയും പ്രശസ്തി പത്രവും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് അവാർഡ്. 9-ന് വെളുക്കാട്ടുപാടം ദേവസൂര്യ ചലച്ചിത്രമേള സമാപന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നിലങ്കാവിൽ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റിജി വെളുക്കാട്ടുപാടം എന്നിവർ അറിയിച്ചു. കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുരേഷ് കുമാർ പുതുമന, ട്രഷറർ മഹേഷ് കല്ലായി, മോഹൻ, വൈസ് പ്രസിഡന്റ് സേതുമാധവൻ ശ്രീശൈലം, സെക്രട്ടറി സൽജികുമാർ കണ്ടംപുള്ളി എന്നിവർ നേതൃത്വം നൽകി. പ്രവാസികളെ കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണമായി തഴയുകയും കേരളത്തെ അവഗണിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം പ്രവർത്തകർ തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിമ സമാന ജീവിതം വനാന്തരങ്ങളിലും അമേരിക്കയിലും പ്രതികൂല കാലാവസ്ഥകളെ ഈ നാടിനെ. കോഴിക്കോട് നടന്ന മിസ്റ്റർ കേരള ഫാഷൻ ഷോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ആദിത്യ അജിത്തിനെ ആദരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ആദരം ഉദ്ഘാടനം ചെയ്തു. ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായിക റിയ ബിന്നു, റിട്ടയർഡ് SI K ജയകുമാർ, അന്നം ജേക്കബ്, CG സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കാട്ടുകര തരകത്ത് വീട്ടിൽ അജിത്തിന്റെയും നിത്യയുടെയും മകനാണ് ആദിത്യ അജിത്ത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,860 രൂപ, പവന് 62,880 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ,
പ്ലാറ്റിനം ഗ്രാമിന് 3383 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ 2 ഇടങ്ങളിൽ തീപിടുത്തം. ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. തെക്കേനടയിൽ വീട്ടിൽ തീപിടുത്തം. മാള ഡി സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാള SHOയെ മാറ്റി. അന്വേഷണത്തിന് ആളൂർ SHO KM ബിനീഷിനെ ചുമതലപ്പെടുത്തി. സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച മത്സരങ്ങൾ വ്യാഴാഴ്ച നടത്തും. കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണം തടയുന്നതിൽ കേരള വിഷന്റെ പങ്ക് വലുതെന്ന് സ്പീക്കർ AN ഷംസീർ. സാമൂഹിക മാറ്റത്തിൽ കേബിൾ TV അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. രാത്രിയിൽ സ്റ്റാൻഡിലും പരിസരത്തും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. കനത്ത വേനലിലും വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞ ദുരിതത്തിലായി ചാളൂർ വാലി കുലുത്തുംകടവ് നിവാസികൾ. മാസങ്ങളായി വെള്ളക്കെട്ടിൽ കഴിയുന്നത് 30-ലേറെ വീട്ടുകാർ. തിരുവല്ലാമലയിലെ അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ. നടപടി TCV വാർത്തയെ തുടർന്ന്. കനാൽ ബണ്ടുകളിലെ തൈത്തങ്ങളിലെ കള്ളിയത്ത് വ്യവസായം പ്രതിസന്ധിയിലേക്ക്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കള്ള് മോഷ്ടിക്കുന്നത് പതിവാകുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.